ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എല്ലാവർക്കും ടേസ്റ്റ് ക്വസ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി പിസ്സയുടെ റെസിപ്പിയാണ്. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നത് പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പിസ്സയാണിത്. അപ്പോൾ ഓവനുള്ളവർക്കൊക്കെ ഇങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എന്തായാലും കിട്ടും. പക്ഷേ ഞാനിത് പാനിലാണ് ചെയ്യുന്നത്. അപ്പോൾ വീട്ടിൽ ഓവനൊന്നും ഇല്ലാത്തവർക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പാനിലും പിസ്സ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പിസ്സ സോസിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കുക. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒന്ന് ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഇളം ചൂടുള്ള പാലെടുക്കുക. ഒരു 3/4 കപ്പോളം പാലെടുത്തിട്ടുണ്ട്. അതിൽ ഒരു ടേബിൾ സ്പൂണോളം ഈസ്റ്റ്, ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ ഈസ്റ്റ് ഒന്ന് പൊന്തി വരുമ്പോഴേക്ക് നമുക്ക് പൊടി റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ 250 ml മെഷർമെൻറ്റ് കപ്പിൽ 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിൽ ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് ഒന്ന് മിക്സാക്കി വെക്കുക. ഇപ്പോൾ നമ്മളെ ഈസ്റ്റ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഈ പൊടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ പിസ്സക്ക് കുഴക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നല്ല ലൂസായിട്ട് തന്നെ നമ്മൾ കുഴച്ചെടുക്കണം. നല്ല കട്ടിയിലായിക്കഴിഞ്ഞാൽ നമ്മളെ പിസ്സ ഹാർഡായി പോകും. പിന്നെ ഈസ്റ്റൊക്കെ നല്ല പുതിയ തന്നെ എടുക്കാൻ നോക്കുക, എന്നാലേ നന്നായിട്ട് പൊന്തി വരും. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് കുഴച്ചിട്ട് ഞാൻ കുറച്ച് ഒലീവ് ഓയിൽ ഒന്ന് മേലയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഇതൊന്ന് പൊന്താനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡോ ഒന്ന് പൊന്തിയൊക്കെ വരുമ്പോഴേക്ക് നമുക്ക് പിസ്സ സോസ് ഒന്ന് റെഡിയാക്കാം. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സോസിനേക്കാൾ കൂടുതൽ ടേസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഈ സോസ്. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ മീഡിയം സൈസ് 2 ഉള്ളി, പിന്നെ 3 തക്കാളി ആണ് എടുത്തത്. അപ്പോൾ ഉള്ളി ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ തക്കാളി ഇങ്ങനെ ഒന്ന് പൊളിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 വര കൊടുത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി, പിന്നെ വറ്റൽമുളക്, ഒരു അരക്കുടം വെളുത്തുള്ളി ഉണ്ടാവും, പിന്നെ ഒരു 5 വറ്റൽമുളകുമാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 2 വിസിൽ വരുന്നവരെ ഞാൻ കുക്കറിലാണിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ 2 വിസിൽ വന്ന് ഞാനിവിടെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവിയൊക്കെ പോയതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ചൂടൊക്കെ പോയി കഴിഞ്ഞാൽ ഈ തക്കാളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി നമുക്കൊരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായാൽ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ അടിച്ചെടുത്ത ഈ ടൊമാറ്റോ പ്യൂരി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നല്ല തിള വരുമ്പോൾ ഒന്ന് മേലേക്ക് പൊട്ടിത്തെറിക്കുന്നതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പുളിയും ഇതൊക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പാണ്. ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ടേസ്റ്റൊക്കെ നോക്കാം. കുറച്ചുകൂടി ഒന്ന് വറ്റി വന്നു കഴിഞ്ഞാൽ നമ്മളെ സോസ് ഇവിടെ റെഡിയായി. നല്ല അടിപൊളി ടേസ്റ്റാണ്. പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിയൊക്കെ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമ്മളെ പിസ്സ സോസ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് പിസ്സയിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, മുളക് പൊടിയൊക്കെ ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചാണ്. ഇനി ഒരു പാന് ചൂടായിരിക്കഴിഞ്ഞാൽ അതിൽ കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ ചിക്കൻ ഒന്ന് അതിലിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആകും. ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ടും വളരെ ചെറുതായിട്ട് മുറിച്ചതുകൊണ്ടും പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഡോ നന്നായിട്ട് പൊന്തി നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സ ഉണ്ടാക്കാൻ തുടങ്ങാം.
അപ്പോൾ 2 കപ്പ് മൈദയാണ് ഞാനിവിടെ പിസ്സയ്ക്ക് വേണ്ടിയിട്ട് എടുത്തത്. അപ്പോൾ 4 മീഡിയം സൈസ് പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാനിലാണ് ഞാനിവിടെ പിസ്സ റെഡിയാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു 4 പിസ്സ ഉണ്ടാക്കാൻ ഉള്ള ഡോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ഒലീവ് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം പിസ്സ ഡോ എടുത്ത് ഇങ്ങനെ ഒന്ന് ഈ പാനിലൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ സെൻറ്റർ ഭാഗം കുറച്ച് തിന്നായിട്ടും സൈഡ് കുറച്ച് കട്ടിയായിട്ട് വേണം പരത്തി കൊടുക്കാൻ. പിന്നെ ഒരു ഫോർക്ക് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കി വെച്ച പിസ്സ സോസ് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സോസ് നല്ലോണം ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. ഇത് വീട്ടിലുണ്ടാക്കിയത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ സോസൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇനി സവാള സ്ക്വയറായിട്ട് അരിഞ്ഞത്, പിന്നെ ക്യാപ്സിക്കം, പിന്നെ ഒലീവ്, ബ്ലാക്ക് ഒലീവും ഗ്രീൻ ഒലീവും രണ്ടും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒലീവ്സൊക്കെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, അതുകൊണ്ട് നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒരാളെ ഇഷ്ടം അനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ക്യാപ്സിക്കം റെഡ് യെല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഇട്ട് കൊടുത്താൽ നല്ല കളർഫുള്ളായിരിക്കും. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഗ്രീൻ ആയിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ പിസ്സ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പാന് അടുപ്പിൽ വെച്ചൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ തീ ഒന്ന് കൂട്ടിയിട്ട് ഈ പാനൊന്ന് പ്രീ ഹീറ്റാകുന്ന വരെ കുറച്ച് സമയം ഒന്ന് തീ കൂട്ടി വെക്കുക. ഇതിൻ്റെ മേലയിൽ ഒറിഗാനോ ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിസ്സൻ്റെ ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ ഒറിഗാനോ നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ചില്ലി ഫ്ലേക്സാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് തീയൊക്കെ നന്നായിട്ടൊന്ന് കുറച്ചിട്ട് ഒന്ന് മൂടി വെക്കുക. അപ്പോൾ സിമ്മിലിട്ടിട്ട് ഒരു 5-6 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ചീസൊക്കെ ഒന്ന് നന്നായിട്ട് മെൽട്ടായിട്ട് വരുമ്പം തന്നെ അതൊന്ന് മറിച്ച് നോക്കുമ്പോൾ അടിയൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ട്. അപ്പോൾ നിങ്ങളുണ്ടാക്കുമ്പോൾ ഇടയ്ക്കിടെ നോക്കുക. എനിക്കിവിടെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. ഒരാളെ ഡോ തിന്ന് അതുപോലെ അനുസരിച്ച് ഇത് റെഡിയാവാൻ ടൈം എടുക്കുക. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഡോ അനുസരിച്ച് ഇടയ്ക്കിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി പിസ്സ ഇവിടെ റെഡിയായി. നല്ല അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് പിസ്സ ആയിട്ടെന്നൊക്കെ കിട്ടുന്ന പോലത്തെ പിസ്സയായിരുന്നു. അപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ ക്രസ്റ്റൊക്കെ നല്ല ബണ്ണ് പോലെ നന്നായിട്ട് പൊന്തി വന്ന് നല്ല പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പിസ്സ തന്നെ പാനിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. ഓവനൊന്നും ഇല്ലെങ്കിലും സാരമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സൊക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി വരുന്നവരെ എല്ലാവരോടും ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു.